അന്ന് റെഡി ടു കുക്ക് മാർക്കറ്റിൽ സുലഭമാണ്. റെഡി ടു ഈറ്റിലോട്ട് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്ത് അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ അത് വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് സെയിൽസ് കച്ചവടമായില്ല. ഇതെല്ലാം എങ്ങനെയാണ്, ആരാണ് ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഡെലിവറി? ഇത് ഞാൻ തന്നെയാണ്. എങ്ങനെ? ബസ്സിന് പോവും, പാക്ക് ചെയ്ത് ബസ്സിന് പോവും. അതിന് ശേഷം ഇത് കടകളിൽ വെക്കും. 2-3 ദിവസം കഴിയുമ്പോൾ ഇടയ്ക്ക് അതിലൂടെ ഒന്ന് പോകും. നോക്കുമ്പോൾ സൈഡിൽ നോക്കുമ്പോൾ അത് അവിടെ ഇരിപ്പുണ്ടാവും. ഇത് പല കടകളിൽ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു. ഈ സംഗതികൾ വർക്കൗട്ട് ആവുന്നില്ല. ഇതിന് പണം എങ്ങനെ കണ്ടെത്തി? ഇതെല്ലാം പൗച്ച് മറ്റേ. അപ്പോൾ ഇതിനുള്ള പണം ഇപ്പം നമ്മൾ ചെയ്തതിനുള്ള അറൗണ്ട് നമ്മളൊരു 4-5 lakhs നമ്മൾ സ്പെൻഡ് ചെയ്തു അതിന് വേണ്ടിയിട്ട്. അത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് വാങ്ങിച്ചു, കടമായിട്ട് വാങ്ങിച്ചു, നമ്മൾ ചെയ്തു. എങ്കിലും നമുക്കൊരു പ്രതീക്ഷയാണ്, ഇതിപ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് കൂടുതൽ വോളിയം നമുക്ക് പുറത്തേക്ക് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള പ്രതീക്ഷകളാണ് നമ്മളിത് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 2 CR ഒരു പ്രോജക്റ്റ്, ഒരു പ്രപ്പോസലാണ് ഞാൻ ഡിക്ലൈൻ ചെയ്തു. ഓക്കെ, ഞാൻ അതിൽ നിന്ന് മാറി, ആ ബിസിനസ്സിൽ നിന്ന് മാറി. അപ്പോൾ നിർത്തേണ്ടി വന്നു. അപ്പോൾ ഈ പൈസ 4-5 ലക്ഷം രൂപ കടമുണ്ട്.